നമസ്കാരം, ജോണൻസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോണൻസ് ഗ്രൂപ്പിൽ നിന്നും ജലീറ്റ അനറ്റ്. പ്രധാന വാർത്തകൾ. വിശ്വാസോത്സവം 2K25 യുവർ ട്രസ്റ്റ്. ഉറുമ്പംകുട്ടിൽ കൈയിട്ട് ക്ലീനിംഗ് ഡ്യൂട്ടിയിലുള്ളവർ. തണ്ണിമത്തൻ സ്കൂൾ എവിടെ? സഞ്ചാരികളായ ബലൂൺ. ഉഷ്ണത്തിന് ഉന്മേഷവുമായി നാരങ്ങ വെള്ളം. പക്ഷേ ഗ്ലാസ് എവിടെ? സെയിം ബട്ട് ഡിഫറെന്റ് കളികൾ. ചിലരുടെ കണ്ണീരിൽ പലരും തെന്നി വീഴുന്നു. ഞങ്ങൾക്ക് രതീഷിനെ കിട്ടിയില്ല, അവർക്ക് സമൂസയും. പരാതിയും പരിഭ്രമമായി കുട്ടികൾ. ഓടരുതമ്മാവ, ആളറിയാം. കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന തൊട്ടി വീട്ടിന്നോ പള്ളിയിലോ? കസേര കളിയോ അതോ മോഷണമോ? കിടുക്കി, തിമർത്തു, കലക്കി, പോസ്റ്റർ മത്സരം. മഴയുടെ ക്രൂര താണ്ഡവം. കണ്ണു തള്ളി ബോണിയച്ചനും കൂട്ടരും. വാർത്തകൾ വിശദമായി. വിശ്വാസോത്സവം 2K25 യുവർ ക്രൈസ്റ്റ്. 4 കോടി സെന്റ് തോമസ് പള്ളിയിൽ വിശ്വാസോത്സവം 2K25 യുവർ ക്രൈസ്റ്റ് വികാരി അച്ഛന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 31 തുടക്കം കുറിച്ചു. വിശ്വാസോത്സവം കളറാക്കാൻ ഡീക്കൻ ഡെറിൻ, സൺഡേ സ്കൂൾ ഡയറക്ടർ ബോണി അച്ഛന്റെയും ഹെഡ് മാസ്റ്റർ ടോണി സാറിന്റെയും സാന്നിധ്യത്തിൽ 2K25 വിശ്വാസോത്സവത്തിന്റെ ഓരോ ഗ്രൂപ്പുകളും പേരുകൾ വെളിപ്പെടുത്തി. ദിവസം കൂടുന്തോറും ഓരോ ഗ്രൂപ്പിന്റെയും പവർ ഉയർന്നുകൊണ്ട് വിശ്വാസോത്സവം തുടരുന്നു. ഉഷ്ണത്തിനുന്മേഷവുമായി നാരങ്ങ വെള്ളം, പക്ഷേ ഗ്ലാസ് എവിടെ? മർത്തമറിയം ഗ്രൗണ്ട്. ഈ വേനൽക്കാലത്ത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും ഒരു നാരങ്ങ വെള്ളം കിട്ടിയിരുന്നെങ്കിലോ എന്ന്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് PTA മെമ്പേഴ്സ് മനസ്സിൽ കുളിർമയേകാൻ നാരങ്ങ വെള്ളവുമായി എത്തിയത്. എന്നാൽ ആ നാരങ്ങ വെള്ളം ആസ്വദിച്ചു കുടിക്കാൻ ഒരു ഗ്ലാസ് പോലും ഉണ്ടായിരുന്നില്ല. പലർക്കും അണ്ടാവോടയുടെ തണ്ണാക്കിലേക്ക് കമർത്തേണ്ടി വന്നു എന്ന് അറിഞ്ഞു. കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് തോട്ടി വീട്ടീനോ പള്ളിയിനോ. 4 കോടി സെമിത്തേരി മുക്ക്. കുട്ടികളെ മാവിന്റെ ചോട്ടിൽ തോട്ടിയുമായി കണ്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കൊച്ചുകുട്ടികൾ അവർക്ക് താങ്ങാനാവാത്ത തോട്ടിയുമായി മാവിന്റെ ചുവട്ടിൽ എത്തിയത് മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമോ എന്ന സംശയത്തിന് ഇടം നൽകുന്നതായിരുന്നു ഇന്നലെ നടന്ന സംഭവങ്ങൾ. വിശ്വാസോത്സവത്തിന്റെ കുട്ടികൾ പുസ്തകമോ അതോ തോട്ടിയും ആയിട്ടാണോ വരുന്നത് എന്നും അതോ ഇനി കൊച്ചച്ഛന്റെ നിഗൂഢ തന്ത്രങ്ങളാണോ ഈ തോട്ടി എന്ന് സംശയം നിലനിൽക്കുന്നു. മാങ്ങാക്കൊതിയനായി ബോണിയച്ചൻ കുട്ടികളെ വശത്താക്കി അവരുടെ കയ്യിൽ തോട്ടി കൊടുത്ത് വിട്ടതായിരിക്കും എന്നാണ് പലരുടെ കണ്ടെത്തലുകൾ. ഇതിനെ തുടർന്ന് അടിയന്തരമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് വികാരിയച്ചൻ. ഓടരുതമ്മാവ, ആളറിയോ? 4 കോടി. ഒളിച്ചും പാത്തും ബ്രദർ അലക്സ് ഇല്ലമ്പള്ളി. വിശ്വാസോത്സവത്തിന്റെ 1-ാം ദിവസം ഇല്ലാതിരുന്ന അലക്സ് ബ്രദറിനെ പിറ്റേ ദിവസത്തെ CCTVയിൽ സൈക്കിൾ മോഷണത്തിന് കൈയോടെ പൊക്കി. മറ്റൊരു കുട്ടിയുടെ സൈക്കിൾ ആരും കാണാതെ ഓടിച്ചിരുന്ന അലക്സ് ബ്രദറിനെ മർത്തമറിയം ഗ്രൗണ്ടിൽ CCTVയിൽ ജോണൻസ് ഗ്രൂപ്പ് റിപ്പോർട്ടർ ഡേവിഡ് കണ്ടെത്തി. ദൃശ്യങ്ങൾ പുറത്തായ വിവരമറിഞ്ഞ് അലക്സ് ബ്രദർ ഒളിവിലായി. കിടുക്കി, തിമർത്തു, കലക്കി, പോസ്റ്റർ മത്സരം. മർത്തമറിയം ഗ്രൗണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമായി നടന്ന പോസ്റ്റർ നിർമ്മാണ മത്സരം ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എല്ലാ ഗ്രൂപ്പുകളും വളരെ ആവേശത്തോടെ പങ്കെടുത്തു. മാറി നിന്ന പല കുട്ടികൾ പോലും മുന്നോട്ട് വന്ന് സഹായിച്ചു. വളരെ ത്യാഗത്തോടെയുള്ള ഇവരുടെ പ്രവൃത്തി പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. ഇതിലൂടെ പലരുടെയും കലാപരമായ കഴിവുകൾ പുറത്താക്കാനും സാധിച്ചു. എന്നിരുന്നാലും ബോണിയച്ചന്റെ ചിത്രങ്ങളെ വെല്ലാൻ ആർക്കും സാധിച്ചിട്ടില്ല. മഴയുടെ ക്രൂര താണ്ഡവം. കണ്ണു തള്ളി ബോണിയച്ചനും കൂട്ടരും. 4 കോടി. അസഹനീയമായ ചൂടിൽ നിന്ന് കുട്ടികൾക്ക് തണലേകാൻ കെട്ടി ഉയർത്തി പന്തൽ തകർത്ത് വാരി മഴയുടെ കുട്ടിക്കളി. ബോണിയച്ചന്റെയും കൂട്ടരുടെ